Guys, welcome back to our family. താടിയും പൊട്ടും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മള് ഇന്ന് ഇരുട്ടത്ത് വൈകുന്നേരം കട്ട മഴയാണ്. ഞങ്ങളുടെ പോയിക്കാണ് കണ്ട ഭയങ്കര ഈ വഴിയിൽ കടന്നപ്പോഴാണ് ചില സ്ഥലങ്ങളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അത് കറണ്ടിമയാണോ ബാറ്ററിമയാണോ എന്ന് അറിയില്ല. കറണ്ട് പോയിക്കാണ്. വലിയ മഴയായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. അപ്പൊ നമ്മളിപ്പോ പോകുന്ന ഒരാളെ ഇവിടെ കാണാനില്ല, അപ്പൂസിനെ കാണാനില്ലല്ലോ. അപ്പൊ നമ്മള് അപ്പൂസ് മമ്മിക്ക് നാട്ടില് സർജറി ആയിരുന്നു. ഞങ്ങള് 1-2 വീഡിയോയിൽ പറഞ്ഞായിരുന്നു സർജറി ഉണ്ടെന്ന്. അപ്പൊ പിത്താശയ സഞ്ചിയില് സ്റ്റോൺ ആയിട്ടുള്ള സർജറി ആയിരുന്നു. അപ്പൊ ആ സർജറി ഇന്നലെയാണ് കഴിഞ്ഞത്. ഇന്ന് മമ്മീനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മമ്മി ഹോസ്പിറ്റലിൽ പോകുമ്പോ പപ്പയും ഈ ഹാർട്ടിന്റെ ഓപ്പറേഷൻ ചെയ്ത ആളാണല്ലോ, ബൈപ്പാസ് സർജറി. അപ്പൊ പപ്പയ്ക്ക് ഹോസ്പിറ്റലിൽ വരുന്ന നിൽക്കണം പറ്റില്ല. പപ്പയും വയ്യാത്തതുകൊണ്ട് പപ്പയുടെ അടുത്ത ആൾ വേണം. എന്റെ സിസ്റ്ററാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ചെറിയ പനിയും പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഞാൻ നിൽക്കണ്ടായിരുന്നു. ആദ്യം ഓൾവേസ് ഇവിടെ കുടുംബം കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അപ്പൂസ് അപ്പൊ പപ്പയുടെ കൂടെ അവനെന്തായാലും വെക്കേഷൻ അല്ലേ. അപ്പൊ ഒരു 3-4 ദിവസം പപ്പയുടെ അടുത്തുണ്ടെങ്കിൽ പപ്പയ്ക്ക് കുറേ മരുന്നുകളും കാര്യങ്ങളും ഉണ്ട്. മുടങ്ങാൻ പാടില്ല. മുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര വയ്യാതെയായി പോകും പപ്പയ്ക്ക്. അപ്പോൾ മരുന്നുകൾ കറക്റ്റ് ടൈമിന് എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പൂസും പോയി. പിന്നെ അപ്പോൾ ഇന്നാണ് അപ്പൂസ് അവിടെ നിന്ന് തിരിച്ചത്. അപ്പൊ അപ്പൂസ് തിരിച്ച് വന്ന് ഇവിടെ ലാൻഡ് ചെയ്ത ഒപ്പം വേറൊരാളും കൂടി ഉണ്ട്. അവന്റെ ചങ്ക് കട്ട ചങ്ക് ഫ്രം ചൈൽഡ്ഹുഡ് ടിൽ നൗ നമ്മളുടെ ഗില്ലു നിങ്ങൾക്ക് അറിയാം. അപ്പൊ അവർ 2 പേരും കൂടി വന്നിട്ട് 2 പേരും പുറത്തേക്ക് പോവാൻ നിൽക്കാണ് പഠിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരുമിച്ച് കുറച്ച് ദിവസം അവരുണ്ടാവും. അപ്പൊ നമ്മള് പിക്ക് ചെയ്യാൻ പോവാണ്. വണ്ടി എത്തി ഇവിടെ ഇറങ്ങി നമ്മുടെ കാര്യവട്ടത്ത് പറഞ്ഞു. അപ്പൊ ഞങ്ങള് വണ്ടി എടുത്ത് അങ്ങോട്ട് ചെല്ലാണ്. അപ്പൊ അവര് അവിടെ ചെല്ലുമ്പോ കാണാം ആദ്യം ഒരാഴ്ചയായിട്ട് അപ്പൂനെ കണ്ടിട്ടില്ല. ആദ്യമൊക്കെ റൂമിലെ മോളിൽ പോയിട്ട് ചേട്ടാ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചോണ്ട് കൊടുക്കുക. പിന്നെ അപ്പൂഷേ ചിമ്പും ഭയങ്കര കരച്ചിലായിരുന്നു. ഇന്ന് പതിവില് കണ്ടില്ലേ, ഭയങ്കര കരച്ചില്. ചിമ്പും പോയിട്ട് അപ്പൂസിന്റെ റൂമിൽ തട്ടി വിളിച്ചിട്ട് ഭയങ്കര സങ്കടം. വെയിറ്റ് ചെയ്യില്ല. അപ്പൊ അപ്പൂസിനെ കാണാം. അവനെ ഞങ്ങളെല്ലാവരും നന്നായി മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവന്റെ റിസൾട്ടിന്റെ സെലിബ്രേഷൻ ഒക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് അവന്റെ എല്ലാ റിസൾട്ടുകളും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അവര് വേറെ വീഡിയോ ഇടും. ഇതില് ഞങ്ങള് അവൻ നാട്ടിൽ പോയ വിശേഷങ്ങളും തിരിച്ച് അവര് വരുന്ന വിശേഷങ്ങളും ആണ്. പിന്നെ അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ വരും. അപ്പൊ നിങ്ങള് കീപ് വാച്ച്. ഭയങ്കര മഴയാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മഴ. ആദ്യം പാട്ട് വെച്ചിട്ട് കോപ്പറേറ്റ് പഠിച്ചിരുന്ന തോന്നുന്നത് ഡ്രൈവിങ്ങിലാണ്. ഇവിടെ ബാക്കില് നമ്മുടെ അപ്പൂശില്ല കുറച്ച് കഴിയുമ്പോ ഉണ്ടാവും. അടിച്ചു കൂട്ടാമ്പി ചേച്ച വരുന്നത് ചേച്ച ചേച്ച ചേച്ച. അപ്പൊ ഇവിടത്തെ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്നുണ്ട് 2 ചുള്ളന്മാര്. നിൽക്കുന്നു 2 ചുള്ളന്മാര്. മൊബൈൽ ലൈറ്റ് ഒക്കെ അടിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. വെൽക്കം ടു ട്രിവാൻഡ്രം. നോക്കിട്ട് നമ്മുടെ വണ്ടി നോക്കിട്ട് വായോട്ടാ. സൂം ചെയ്തിട്ടുണ്ട് 2 ആള്. അതായത് ഇവര് 2 പേരും കുഞ്ഞു ബേബികളായിരിക്കുമ്പോ സന്തോഷം നോക്ക്. ആടിച്ചിന്റെ സന്തോഷം ചേട്ടനെ കണ്ടപ്പോൾ സന്തോഷം സന്തോഷം നോക്ക്. ഗില്ലു വെൽക്കം ടു ട്രിവാൻഡ്രം. അപ്പൂസ് കൺഗ്രാജുലേഷൻ ഫോർ യുവർ സക്സസ്. അപ്പൊ നമുക്ക് ആദ്യം നിങ്ങൾ നല്ല ടയേർഡായിട്ടാണ് ഇരിക്കണേന്ന് അറിയാം. കാര്യത്തിൽ ചേട്ടനെ കണ്ടപ്പോ നോക്കി സന്തോഷം നോക്ക്. സന്തോഷം ചാണം വന്നിട്ട് ഒരു മോത്തെ വിശേഷം എങ്ങനെയുണ്ട്? അത് ടയേർഡാ. അപ്പൊ ഒന്ന് ഫ്രീ ആയിട്ട് ഞങ്ങള് ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇവര് 2 പേരെ കാര്യം നമ്മള് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. 3 വയസ്സ് മുതലേ ഇവര് ഫ്രം അതെ ഇവര് ഒന്നിച്ച് ജനിക്കാതെ പോയി 2 അമ്മമാരുടെ വയറ്റിൽ ജനിച്ചു പോയ മക്കളായി പോയി. പിന്നെ എന്താ അതന്നെ
പറയുകയാണെങ്കിൽ എനിക്ക് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോഴേ ഞാൻ അത്രയും 3 വയസ്സിൽ ഇവരെ കണ്ടത് തന്നെ എനിക്ക് ഓർമ്മ. അവരെ ഫോട്ടോസൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ എന്താ അന്ന് ഫ്രം ദാറ്റ് ടൈം ടിൽ നൗ അല്ലേ, ഇനി അങ്ങനെ തന്നെയായിരിക്കും ഇവർ രണ്ടുപേരും പഠനത്തിന്റെ ഭാഗമായിട്ടൊക്കെ പുറത്തേക്ക് പോകാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പിന്നെ പറയാം. ഇന്ന് ഇവർ വന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഓളെ ടയേർഡാണ്. നമ്മൾ ഡിന്നർ കഴിക്കുമ്പോ ബാക്കി കാര്യങ്ങൾ നേരെ മന്തി മനസ്സിലേക്ക്. ഓക്കെ, അവിടെ പോയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കഴിക്കാം. അവിടെ പോയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ വല്ല തട്ടുകടയിൽ കഴിക്കാം. അവിടെ എന്താ ഈ സമയത്ത് ഉണ്ടാവില്ലേ? 10 മണി അങ്ങനെ അറ്റ്ലീസ്റ്റ് കിട്ടി, ലാസ്റ്റ് കിട്ടി. ഞങ്ങൾ ചോദിച്ചാൽ എപ്പോ വന്നാലും തിരിച്ചു പോവാണ്. അപ്പൊ അവര് രണ്ടുപേരും വന്നിറങ്ങിയ ക്ഷീണത്തിലാണ്. അപ്പൊ അവരോട് ഞങ്ങൾ സീറ്റ് പിടിക്കാൻ വിട്ടിട്ടുണ്ട്. ഇവിടെ എപ്പോ വന്നാലും തിരക്കായിരിക്കും, നല്ല കിട്ടിലും ഫുഡാണ്. അപ്പൊ ആദ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. മന്തി മനസ്സിൽ ആ കട്ട തിരക്കാട്ടോ, ഒരു രക്ഷയില്ല. ഗൈസ് കണ്ടോ ഗൈസ്, നല്ല കിടില ലൈറ്റ് ഗൈസ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഡിന്നറിന് കയറി മന്തി മനസ്സിൽ. അപ്പൊ 1 ഇയർ ആയിട്ട് ഞങ്ങൾ വന്നിട്ട് തിരിച്ചു പോവാം. ഇങ്ങോട്ട് വരും, തിരിച്ചു പോകും. ഫ്രണ്ട്സ് ആയിട്ട് വന്ന സമയത്തും ഇവിടെ തിരക്ക് കാരണം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങളൊരു ലീഫ് മന്തിയില് പോയി കഴിച്ചത്. അപ്പോൾ ഇപ്പോൾ അവസാനം ഇവന്റെ ഒപ്പം തന്നെ വരാൻ പറ്റി ഡിന്നറില്. വിശന്നഴിഞ്ഞ് നിൽക്കുമ്പോ രണ്ട് ചങ്കുകൾ ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഗിൽബർട്ട് പറയണേ, യാത്ര ചെയ്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടിലേക്ക് വരുന്നതും പോണതിന്റെ ഒക്കെ കാര്യം ഇപ്പഴാ മനസ്സിലായെന്നോ പറയാ. നല്ല ടയർഡാ. അതും ബസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരേ ഇരിപ്പായിരിക്കണേ ബസ്സിൽ. ഇവന് പിന്നെയും കുഴപ്പമില്ല. എന്റെ മറ്റേ സാധനല്ലേ സ്ലീപ്പർ കോച്ചിൽ എന്ന് പറഞ്ഞ ദൂരം ഇങ്ങനെ പൊക്കാൻ പറ്റും. മറ്റേ KSRTC പറഞ്ഞ വെൽഡടാ, കാല് ചതഞ്ഞിരിക്കുക. കാല് ഇങ്ങനെ എന്റെ നീളം കൂടിയതല്ലേ. നീ വീട്ടിയാ ബാക്കി അവിടെ വീഡിയോ ഒക്കെ കാണാം. ഓർഡർ എടുക്കുന്ന ആളെ കാണാനും ഇല്ലേ? ഒരു മിനിറ്റ്. ആ ഡിഷ് കൊറേ നാളായിട്ട് കാണാണ്ട് ഇപ്പൊ ചേട്ടനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. വന്നിട്ട് ഇത് അന്ന പുതു മേടിച്ചു കൊടുത്ത എനിക്കൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഒക്കെ സർപ്രൈസുകളാണ്. മസ്തിലൊക്കെ വന്നു. യൂറോപ്പിലത്തെ മിഠായി കിട്ടില്ല. പിന്നെ മിഠായി അപ്പൊ ഗിൽബർട്ടിന്റെ പപ്പയോട് ഞങ്ങളുടെ പ്രതിഷേധം, യൂറോപ്പിലെ മിഠായി കിട്ടിയില്ല. അതെ, യൂറോപ്പിലത്തെ മിഠായി കിട്ടാത്ത പ്രതിഷേധം. എങ്ങനെ ഉണ്ടായിരുന്നോ ബസ്സിൽ വരുമ്പോ? നിങ്ങൾ ഇറങ്ങിയാ? നല്ല വിശപ്പുണ്ടായിരുന്നു. സ്നാക്സ് ഒക്കെ മേടിച്ചു. ഉറങ്ങിയാ? ഒരാളിങ്ങനെ സീരിയസ്ലി ഞാൻ എങ്ങനെ ആദ്യം പോയിക്കട ഞാൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരുന്നു. നോക്കിയപ്പോ ഗിൽബർട്ട് തുടങ്ങാ. ഞാൻ ലാസ്റ്റ് ബ്രേക്ക് പിടിക്കുമ്പോ തല ബാറ മടിക്കാണ്ടിരിക്കാൻ വേണ്ടി കൈയൊക്കെ വെച്ച് ഭയങ്കര ബസ്സില് അതും KSRTC ഓർഡിനറി നടു. ഞങ്ങള് രണ്ടാളെ കുറച്ചേരായിട്ട് ഇങ്ങനെ നിക്കണുണ്ടാ. എന്താന്ന് ചോദിച്ചിട്ടാ ഇങ്ങനെ പിടിച്ച് തിരിയണമെന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റ്
അപ്പൊ അൺലിമിറ്റഡ് ആണോ ഫുള്ള് അൺലിമിറ്റഡ് റൈസ് ആണോ? ഇതൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ അടുത്ത് ഓർഡർ ഇടാൻ പറഞ്ഞല്ലേ ഞാൻ നിങ്ങളെ ചുറ്റും വാങ്ങാണ്ടി നോക്കിയിരുന്നിരുന്ന ഞാൻ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടില്ല. കഴിച്ചുള്ള ആൾക്കാർ എന്തെങ്കിലും പറയണ്ടേ? ഫുള്ളില് റൈസ് അൺലിമിറ്റഡ് അല്ലേ? ആളെ തല കണ്ടി ഓ ചിക്കനില് നന്നായി. വീട്ടിലോ കറണ്ടില്ല. തല്ലേ ആ നിനക്കല്ലാട്ടത് ജസ്റ്റ് എന്താ പ്ലേറ്റ് അല്ലേ? ഫുഡ് വരുന്നേക്കാളും മുന്നേ പ്ലേറ്റ് എത്തിയിട്ടുണ്ട്. പ്രതീക്ഷ മന്തി തുടങ്ങാൻ അടിച്ച് ഓക്കെ സെറ്റ്. അതാണ് സംശയമായിരുന്നു അവര്. അപ്പൊ ആള് വന്നപ്പോ റൈസ് അൺലിമിറ്റഡ് ആണോ എന്നൊക്കെ ചെസ്റ്റ് പീസ് എടുത്ത് കൊടുക്കാനോ ചെസ്റ്റ് പീസ് നൻപന് അതെനിക്ക് ആഡിഷനുണ്ട് ആ പെടപ്പൊല്ലിന്. മയോണൈസ് ഇല്ല ഇവിടെ. അപ്പൊ അൺലിമിറ്റഡ് റൈസ് എന്ന് പറഞ്ഞ പപ്പുന്റെ മോൻ കണ്ട ചിരിച്ചു വീട്ടിറന്ന് നിൽക്കുന്നു. പൊന്ന് പറയുന്ന ടേസ്റ്റ് പക്ഷെ ഇതല്ല. അപ്പൊ റൈസ് നമുക്ക് ഇത്രയും വലിയ ടവറായിട്ട് വന്നേക്കണേ. അഡിഷന് ചിക്ക എങ്ങനെയുണ്ടപ്പോ? ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്ക് അവനിട്ട് കൊടുക്കുന്ന പൈസ അമ്മോ കഴിക്കില്ല. നിന്റെ ശരീരം കണ്ടിട്ട് നോക്കണ്ട. ഞാൻ കഴിക്കടാ കിലോ. അൺലിമിറ്റഡ് പൈസ ആണ്. പൈസ മുതലാകണം. ആഡിഷ് കഴിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് അല്ലേ? അപ്പൊ ഗായ്സ് നമ്മള് ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ്. ഇനി ഇവിടെ ഒരു കടലാക്രമണം കഴിഞ്ഞിട്ട് കാണാം. ഈ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ മന്തി പെപ്സി അടിച്ച് ക്യാമറ പിടിച്ച് കാണിച്ചിട്ടുണ്ട്. അടിച്ച് പാപ്പ തിന്നോണ്ടിരിച്ചാണ്. പേരുണ്ട് അടിപൊളി. ഇവിടെ അല്ല അലീഫിലോ കിടിലൻ. അൺലിമിറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പൂസ് 2 വട്ടം മേടിച്ച് പടച്ചിട്ടുണ്ട്. അനങ്ങ ഇനി ഇവിടെ നേരെ വിഴിഞ്ഞ പോലെ ആവോ? ഇളഞ്ഞു പോണ്ടി വരുമോ? ബൾക്കിങ് അത് പൊന്നു മൊത്തല്ല ജിമ്മട്ടോ പറയണേ. തലവേന വന്ന ജിമ്മ്, പനി വന്ന ജിമ്മ്, അല്ലെങ്കിൽ ജിമ്മ്, പിണ്ടോ ജിമ്മ്. അടിച്ച് ജിമ്മുണ്ട്. അത് മന്തി അതെന്താ റമ്മ ഒഴിച്ചിട്ട് ഓർഡർ
ആ പെപ്സി കുറച്ച് കഴിക്കും. അത് പെപ്സി അപ്പൊ ഉണ്ട് 7up എന്നൊക്കെ പറയണ പോലെ അത് ഇത് ആകെ കൂടി 4 രോഗമാണല്ലോ. അതുപോലെ തൊട്ടിട്ട് അത് കളയാനുള്ള താടി ഉണ്ടെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞു. ഇതെന്തൊരു ചുണ്ടമള്ളം കമത്തി വെച്ചേക്ക് മോത്ത് സാധനം കൊണ്ട് ചോദിച്ചടിച്ചില്ല മറ്റേ പറയില്ലേ കോല ഇത് കണ്ടിട്ടെന്ന് പറയും. വീട്ടിൽ നാളെ തൊട്ട് ഇനി കാണാൻ പറ്റുമോ നോക്കാൻ നമുക്ക്. നാളെ പോയി വരുമ്പോ എന്തായിരിക്കും അവസ്ഥ നിക്കണ പോലെയാണോ നിക്കാന്നറിയാം. 2 ദിവസം ഉണ്ട് ഇവനും ഉണ്ട്. യുദ്ധം കഴിഞ്ഞിറങ്ങിന്ന് അപ്പൊക്കെ പോണണ്ട. അപ്പൊക്കെ വയ്യാണ്ടായിട്ട് പോണ. ആരേലും പിടിക്കടാ പോയാർന്ന്. ആരൊക്കെ പിടിച്ചു പറഞ്ഞേ. ആടാ ശരി. അയ്യോ അത് സൂര്യ. ഞാൻ അത് പൊട്ടിക്കാം. അപ്പൊ ഇവിടത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തു കേട്ടോ ഗൈസ്. മന്തി മത്സ്യത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് പോണ നമ്മള്. അത് എന്റെ കൂട്ടുകാരെ കൊണ്ട് വരണം. അപ്പൊ ശരിക്കും ചവിട്ടി ഇറക്കും. അപ്പൊ നമ്മളെ വണ്ടി അവിടെ ഇട്ടാട്ടാ. നമ്മളെ കൊണ്ട് സാധിക്കും. കമോൺ. വീട്ടിലേക്ക് എത്തുമ്പോ കറണ്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോ അല്ല ചിമ്പുന് ചാർലിയുടെ റിയാക്ഷൻ അപ്പൂസിനെ കാണുമ്പോ എന്താണെന്ന് നോക്കാം. കണ്ട ഇവിടെ എവിടെയും അപ്പൂസിന്റെ സ്കൂളിലാ. എല്ലായിടത്തും കറണ്ട് പോയി കാട്ടാ. ഒരുപാട് സ്ഥലങ്ങളിൽ വിട്ടിട്ട് കറണ്ട് ഇല്ല. മൊത്തം പോയി. എന്താ സംഭവം കറണ്ട് അടിച്ചു പോയോ. തീവ്രവാദികൾ പാകിസ്ഥാനികൾ വന്നോന്ന് അറിയില്ല. ഇവന്മാര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതേ കൂരാക്കൂരിട്ടാണ്. അപ്പൊ ഞങ്ങള് വീട്ടിൽ കേറിയിട്ട് ചിമ്പനും ചാർലിയും ഇട്ടത്തെ എന്തായാലും കിട്ടുന്ന അറിയില്ല. നോക്കാം. 3-4 ദിവസത്തെ ശേഷം അപ്പൂസിനെ കാണുമ്പോ ചിമ്പുന്റെ റിയാക്ഷൻ കാണാൻ പോവാണ്. അപ്പൂസിനെ കാണുമ്പോ മായോ മായോ പാടി പാടാ. അടിയില് വേറെ അവ ചാർലി ബാലാടുന്ന നോക്ക്. ചിമ്മുന്റെ അപ്പനെ കണ്ടപ്പോ പെൻഡില്ല മട്ടറ പോലെ. എന്തിനാ 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 പിന്നെന്ത് ഇല്ല ഇല്ല എന്തിനാ എന്തിനാ എന്താ ചാലി ചാലി കണ്ട ചാലി 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 കില്ലി ചേട്ടനെ കണ്ട ഓടിക്കോ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നവര് ഓടേണ്ടി വരില്ലല്ലോ. ഇതാണ് നമ്മുടെ വീട്. അല്ലേപ്പാ തന്നെ Yeah.
അടിച്ചിട്ടാരാ അപ്പൊ നമ്മുടെ ഗില്ലി കൊണ്ട് എത്തിയിട്ട് തമ്പാച്ച തിരുവനന്തപുരം മുഴുവൻ കരഞ്ഞു പോയിക്കുന്നു. അപ്പൊ ഗായ്സ് നമ്മളിതാ ഗില്ല് ഇങ്ങോട്ട് വേണം. നമ്മളപ്പോ വീട്ടിലെത്തിണ്ട്. അതെ, ഗില്ലൂടി ഉണ്ട്. അപ്പോ നമ്മള് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു വീഡിയോ അതിന്റെ പിയാണ്. കറണ്ടില്ല. അപ്പൊ ഇനി നല്ല വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം. അതെ, കൊറേ പ്ലാൻസ് ഉണ്ട്. യെസ്. അപ്പൊ താടിയും പൊട്ടും കമ്മിങ് വിത്ത് ന്യൂ വീഡിയോ. ഗുഡ് നൈറ്റ്. ബൈ ബൈ.